ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് ആങ്ങളുടെ വീട്ടിൽ സൽക്കാരേനിന്ന്. അപ്പോൾ അതിന് പോയതാണ് ഞാൻ. അപ്പോൾ മുറ്റത്ത് ചെടിയിലെല്ലാം നിറയെ പൂവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ചെന്നപാടെ തന്നെ നട്ട്സും ജ്യൂസുമാണ്. ജ്യൂസ് ഒഴിക്കുന്ന വീഡിയോ എന്നോട് വിട്ടുപോയി, അതുകൊണ്ടാണ് ജ്യൂസ് കാണിക്കാൻ ഹാൻഡായി പോയത് കേട്ടോ. അപ്പം ഇതാണ് മക്കളെ, ആട്ടിനെ മൊത്തം പുഴുങ്ങിയിട്ട് അതിൻ്റെ വെള്ളത്തിൽ ചോറ് വെച്ചിട്ട് അറബിക് മന്തി എന്ന് പറയും. അപ്പം അതിൻ്റെ ഇതൊന്ന് പാക്ക് ചെയ്ത് വെച്ചൊന്ന് പൊളിച്ചെടുക്കുന്നതാണ് ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ ഇതിൻ്റെ മുമ്പ് ഞാൻ ഉണ്ടാക്കുന്നത് മൊമെൻറ്റ്സ് ബൈ സെക്കി എന്ന് പറഞ്ഞ എൻ്റെ ആദ്യത്തെ ചാനലുണ്ട്. കാണേണ്ടവർ അതൊന്ന് പോയിട്ട് കാണാം കേട്ടോ. അപ്പം ഇത് ഉണ്ടാക്കാൻ നമുക്ക് ബിരിയാണീൻ്റെ അത്രയൊന്നും പണിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഉണ്ടാക്കണം എന്നുള്ളവർ ആ വീഡിയോ പോയിട്ട് കാണാം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ, എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോ കാണും. അപ്പോൾ ഇത് വേറൊരു പാത്രത്തിലോട്ടേക്ക് നല്ല മൊഞ്ചിലിങ്ങനെ ഇതാക്കുന്നതാണ്. ഇതൊന്ന് മീൻ ബിരിയാണി, ഇതെൻ്റെ മൂത്ത ആങ്ങളുടെ ഭാര്യയാണ് ഉണ്ടാക്കിയ കേട്ടോ. അപ്പോൾ ഈ ബിരിയാണിക്ക് ഭയങ്കര ടേസ്റ്റേനു. ഇത് മീൻ ബിരിയാണിക്ക് ടേസ്റ്റ് വരാനുള്ളൊരു ടെക്നിക്ക് ഉണ്ട് കേട്ടോ. അത് ഉള്ളി നമ്മൾ മുട്ട ഓംപ്ലേറ്റിന് കട്ട് ചെയ്യുന്നത് പോലെയാണ് മീൻ ബിരിയാണിക്ക് ഉള്ളി കട്ട് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഭയങ്കര ടേസ്റ്റാണ് വരും ആ മസാലക്ക്. നീളത്തിലൊരിക്കലും നിങ്ങൾ മീൻ ബിരിയാണിക്ക് വെക്കരുത്, മുറിച്ച് ബിരിയാണി വെക്കരുത്. ഞാൻ പറഞ്ഞതുപോലെ വെക്കുക കേട്ടോ. ഞാനൊരു വീഡിയോ ഞാനിട്ട് കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയത് ഉള്ളി മുറിക്കേണ്ടതെന്നുള്ള, ഇൻഷാ അല്ലാ. അപ്പോൾ ബിരിയാണി വിളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നാമത്തെ ഇത് ആടയും പിടിയാന്ന് കാണുന്നത്, കാരണം മീൻ ബിരിയാണി മസാലയത് ഉള്ളിയേ നമ്മൾ കാണൂല. അങ്ങനെ മുറിച്ചിട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റും വരും കേട്ടോ. അതുകൊണ്ട് എന്തായാലും അതുപോലെ വെച്ച് വെക്കുക കേട്ടോ. ചോറ് നമ്മൾ വിളമ്പി കൊണ്ടാക്കും. അതിൻ്റെ മേലെ കുറച്ച് ഉള്ളി കിസ്മിസും അണ്ടിപ്പരിപ്പെല്ലാം അതിങ്ങനെ ഇട്ട് കൊടുക്കണം. എന്നാൽ ചോറിങ്ങനെ ഓരോ പിടി എടുക്കുമ്പോൾ, ചോറിങ്ങനെ കുഴച്ച് ഓരോ പിടി വായിലിടുമ്പോൾ ഒരു മധുരം കൂടി വരുമ്പോൾ ബിരിയാണിക്ക് അതിൻ്റെതായ നല്ലൊരു ടേസ്റ്റ് വരിക. തൈരും അച്ചാറും എല്ലാം റെഡിയാക്കി ഫുഡ് കൊണ്ടാക്കാൻ നോക്കുന്നതാണ്. ചിക്കൻ പൊരിച്ചതുണ്ട്. ചിക്കൻ പൊരിച്ചതിൽ മഞ്ഞൾ, മുളക്, കുരുമുളകിൻ്റെ പൊടി, ഉപ്പ്, കുറച്ച് ചെറുനാരങ്ങ, കുറച്ച് വിനാഗിരി, ഇത് ഇച്ചിരി നല്ലോണം കുറച്ച് സമയം വെച്ചിട്ടാണ് ഇത് പൊരിച്ചെടുത്തത് കേട്ടോ. അത് എല്ലാം കൊണ്ടാക്കാൻ തുടങ്ങി. എല്ലാവരും ഒന്നും എനിക്ക് വീഡിയോ കാണിക്കാൻ പറ്റിക്കില്ല, കാരണം എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമുണ്ടാവില്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന ആളാണ് എൻ്റെ ഭർത്താവ് കേട്ടോ. നേരെ കണ്ടിട്ടില്ലേ. അപ്പം മറ്റേതെല്ലാം എൻ്റെ ഉപ്പാൻ്റെ ഏട്ടൻ്റെ മോനാണ് വെള്ള ഷർട്ടിട്ടത്. ഇതാണ് എൻ്റെ നേരളെ ആങ്ങള, ഈ വൈറ്റ് ഷർട്ടിട്ട് അങ്ങോട്ടേക്ക് പോയത്. അപ്പം അവരെ വീട്ടിലാണ് സൽക്കാരമുള്ളത്. മൂത്ത ആങ്ങളെല്ലാം വാതിക്കലാന്നുള്ളത്. എല്ലാവരും ഒന്നും എനിക്കങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണ്, ഒന്നും തോന്നരുത് കേട്ടോ. അപ്പോൾ ഈ നിൽക്കുന്ന ആളാണ് ആങ്ങളുടെ ഭാര്യേൻ്റെ ആങ്ങള, ആങ്ങളുടെ ഭാര്യേൻ്റെ ആങ്ങള. അപ്പോൾ ഒരു ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫ്രൂട്ട് സലാഡ് റെഡിയാക്കി അത് ഒരു ബൗളിലേക്ക് ഇടുന്നതാണ്. നമ്മൾ എന്ത് സാധനം കൊടുക്കുമോ നല്ല പാത്രത്തിൽ, എല്ലാവർക്കും നല്ല പാത്രം ഇല്ലെങ്കിലും ഉള്ള പാത്രം നന്നായിട്ട് കഴുകി നല്ല വൃത്തിയിലും വെടുപ്പിലും കൊടുക്കുമ്പോൾ അത് കഴിക്കുന്നവരിക്കും ഭയങ്കര ഒരു സംതൃപ്തി ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് എല്ലാവരുടെ നല്ല പാത്രമൊന്നും ഉണ്ടായിന്ന് വരില്ല. പക്ഷേ ഉള്ള പാത്രം ജ്യൂസ് കൊടുക്കുന്നതാണെങ്കിലും എല്ലാം പാത്രം നന്നായിട്ട് കഴുകി അതിൻ്റെ മേലെ ഇങ്ങനെ വെള്ളം നിൽക്കരുത്. അപ്പോൾ കുടിക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു ഇടങ്ങാറുണ്ടാവും. അതുകൊണ്ട് നമ്മൾ എന്ത് സാധനം കൊടുക്കുമ്പോൾ അതതിൻ്റെ നീറ്റിൽ കൊണ്ടുവച്ച് കൊടുക്കുക. ഫ്രൂട്ട് സലാഡിൽ കുറച്ച് തേൻ ഒഴിച്ചിക്ക്, കുറച്ച്
കുറച്ചൊരു ഐസ്ക്രീമും കൂടി ഇട്ടിട്ടാണ് അത് പിന്നെ എന്തൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുത്ത്. അതിന് ശേഷം ഫ്രൂട്ട്സ് കപ്പിലോട്ട് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ഐസ്ക്രീമും. ഇത്രയാണ് ഫ്രൂട്ട് സലാഡിൽ സംഭവങ്ങൾ ചേർത്തിക്കുള്ളൂ. പിന്നെ ഇളനീം പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇളനീം പുഡിങ്ങും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയാന്ന്. ഇതെല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ റെസിപ്പി ആയിട്ടിടും. എല്ലാ വീഡിയോ ഒന്നിച്ച് നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ. ഇളനീം പുഡിങ് നല്ല ടേസ്റ്റാണ്. അതേപോലെ ഇളനീം പുഡിങ് പോലെ തന്നെ പിന്നെ ഇളനീൻ്റെ പായസവും കൂടി. ഇത് രണ്ടാമത്തെ കൊണ്ടാക്കല കേട്ടോ. എല്ലാവരും ഒന്ന് കഴിച്ചിട്ട് 3 പ്രാവശ്യമായിട്ട് കൊണ്ടാച്ചിക്കുക ഫുഡ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ ഒരു പാട്ട് നിർബന്ധമാണ്. അപ്പോൾ ഞാനും പാട്ട് പാടിക്ക്, പക്ഷേ ആ വീഡിയോ ആരോ കയ്യിലായിപ്പോയി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാ.